ഹലോ, എടി നീ അറിഞ്ഞ? എന്തറിഞ്ഞാന്ന്? അല്ലേ വേണ്ട, ഗ്രൂപ്പിലിട്ടിട്ട് കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരും അറിഞ്ഞോളൂ. അത് 8000-ഓളം പേർക്ക് ദിവസേന അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. പെട്ടെന്നാണ് സുപ്രഭാതത്തിൽ വന്നിട്ട് ഇന്നലെ സർക്കാരിന്റെ പ്രതിനിധികൾ വന്നിട്ട് പറഞ്ഞത് അത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞത്. ഇത് താൻ ഫ്രെയിം ചെയ്തതാണോ? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ അന്നം മുടക്കരുതേ, അത് മാത്രം അപേക്ഷയുള്ളൂ. പാവപ്പെട്ട ദുരിതബാധിതരെ വല്ലതും തിന്ന് നിങ്ങളിങ്ങനെ മനുഷ്യന്റെ ഈ അന്നം മുടക്കി ഉപദ്രവിക്കരുത്. ബംഗ്ലാദേശിൽ സംഭവിച്ചതൊക്കെ ഓർത്തിരിക്കുന്നത് ബംഗ്ലാദേശിൽ സംഭവിച്ചതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ശ്രദ്ധിക്കാൻ പറ. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ സാറിന്റെ വെറും തോന്നല. ഇവിടെ ചില ഉദ്യോഗസ്ഥന്മാർ ഭക്ഷണം കൊണ്ട് ഈ പ്രദേശത്തേക്ക് വരാൻ സമ്മതിക്കില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ആട്ടി ഓടിക്കുന്ന ഒരു പ്രവണതയാണ്. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ജനങ്ങളുടെ അടുത്ത്. നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. സർ, ഞാൻ മഹാരാജാവൊന്നുമല്ല, ഞാൻ ജനങ്ങളുടെ ദാസനാണ്. ഞാൻ ജനങ്ങളുടെ ദാസനാണ്. ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? ഞാൻ ജനങ്ങളുടെ ദാസനാണ്. ഇക്കാലമത്രയും കാരക്കൂട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. നിവർത്തിപ്പിടിച്ച കത്തിയോടെയല്ലാതെ നാം ആരും ദാസൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കാടിളക്കി നടന്നൊരു മതയാനയായിരുന്നു ദാസൻ. ഞാൻ ജനങ്ങളുടെ ദാസനാണ്. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവരാതി, അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. ജനങ്ങളുടെ ദാസനാണ്. ആർമി ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കും ഒക്കെ ഭക്ഷണം കൊടുക്കേണ്ടതാണ്. അപ്പൊ എല്ലാ നിലയിലും ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എല്ലാ നിലയിലും ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. അവിടെ ഭക്ഷണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നാട്ടിലാകെ പണം പിരിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാട് ആരെങ്കിലും സ്വീകരിച്ചാൽ ആരും ഉത്തരം പറയും? ഫ്ലാഷ് ബാക്ക്. എന്ന് പറഞ്ഞ് നാട്ടിലാകെ പണം പിരിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാട് ആരെങ്കിലും സ്വീകരിച്ചാൽ ആരും ഉത്തരം പറയും? അത് മനസ്സിലാക്കണം നിങ്ങൾ. അത് വിസിറ്റേഴ്സിനുള്ളതാ, വീട്ടുകാർക്ക് അത് വേണ്ട. ഉടുതുണികളും ഭക്ഷണവും ഒക്കെ അയക്കുന്നത് നിർത്തിക്കോളി, നമുക്ക് കായാണ് ആവശ്യമെന്ന് കഴിഞ്ഞ ദിവസം ഒരു മുഖ്യ അഭ്യർത്ഥന ഇറങ്ങി. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നാണ് സുപ്രഭാതത്തിൽ വന്നിട്ട് ഇന്നലെ സർക്കാരിന്റെ പ്രതിനിധികൾ വന്നിട്ട് പറഞ്ഞത് അത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞത്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല്, ഈ ഒരു ഡേറ്റ് 30-ാം തീയതി 30/7/2024 പാക്ക് ചെയ്തു. അതിനുശേഷം 2 ദിവസം മാത്രമാണ് ഇതിന് കാലാവധി ഉള്ളത്. ഇത് നമ്മൾ നോക്കുമ്പോൾ 4-ാം തീയതിയായി. അപ്പോൾ ഇത് ആര് കൊണ്ടുവെക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ ഒരു രക്ഷാപ്രവർത്തകർ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഞാൻ മാധവന്റെ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചു. നല്ല തീരുമാനം. പക്ഷേ ഒരു പണിയും ചെയ്യാതെ ജനങ്ങളെ സേവിക്കുന്ന പ്രവർത്തകരാ പാർട്ടിയിൽ കൂടുതൽ. അവിടെ നല്ല ഫുഡ് അവർ കൊടുത്തിനാണ്, അത് അവര് നിർത്തിവെച്ചാണ്. അപ്പൊ എല്ലാ നിലയിലും ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. ജീവിക്കാൻ വയ്യാന്നുള്ള ഒരു സ്റ്റേജായി. ഇനിയുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ അപ്പപ്പോ വോയിസ് ആയിട്ടിടാം. അപ്പൊ എല്ലാരും അത് കേട്ടിട്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ.